സിംഗിൾ മം ഇൻറ്റു പിഴച്ചു പെറ്റവൾ ശരിയെന്ന് പറഞ്ഞിട്ട് എനിക്കത് പുള്ളി കൂടെയുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു. അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുവാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്, പുള്ളിക്കാരിയുടെ മദറാണ്, ഫ്രീയായിട്ടൊരു ട്രോഫി കിട്ടിയില്ലേ. അന്ന് ഞാൻ ആ റിലേഷൻ കട്ട് ചെയ്ത. നിനക്കൊരു കൊച്ചുള്ള പെണ്ണിനെ കിട്ടിയുള്ളോ? കുത്തിയുള്ളൊരു ചോദ്യമാണ്. ഒരു കൂടെ ബസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നെ വേറെ ബസ്സിലെ ആൾ ചോദിച്ചു, ഒരു ട്രോഫി ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടല്ലോ, പിന്നെ സെക്കൻഡ് ഹാൻഡ് ആണോ കിട്ടിയത്? അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഞാൻ നേരിട്ടിട്ടില്ല, പുള്ളി മൈൻഡ് ചെയ്യാറില്ല. ഒരുപാട് കളിയാക്കൽ ഒരുപാട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹസ്ബൻഡ് വീട്ടിലൊക്കെ പോയിട്ടില്ല, എന്റെ വീട്ടിൽ തന്നെയാണ്. എനിക്കത് ശരിക്കും വിഷമമുള്ള കേസാണ്. ഇമോഷണലി കരഞ്ഞ ഞാൻ കണ്ടിട്ട് കരയാനല്ല, എന്താ പറയാ, ഇപ്പൊ ചേച്ചി എന്നെ ഓർമ്മിപ്പിച്ചേ. ഞാൻ ഓർത്ത് കരയിട്ടൊക്കെ വരുമായിരിക്കുന്നു. ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്. സിംഗിൾ പേരന്റ്, വണ്ടിക്കാരനെ പ്രണയിച്ച കാമുകി, ഹൈറ്റിന്റെ ഒരു അതായത് ടോൾ ഗേള്, ഷോർട്ട് ബോയ്. ഞങ്ങൾ അങ്ങനെ ശരിക്കും തോളെ കൈയൊക്കെ ഇട്ടാ ഞങ്ങൾ നടക്കുന്നേ. എന്നെ ആദ്യം ചാടി കയറി ചേച്ചി എന്റെ ബസ്സിലുണ്ടായിരുന്നു. ചേച്ചി ആരാ നിന്റെ ചേച്ചി? ആരാ നിന്റെ ചേച്ചി? അങ്ങനെ പ്രായം എത്രയുണ്ട് പറഞ്ഞു. 1 വയസ്സ് ഇളയതാണ് ഞാൻ. പുള്ളിക്ക് അറിയില്ല ഞാൻ മാരീഡ് ആണ്, കുട്ടിയാണെന്ന് അറിയില്ല. എല്ലാരും പറഞ്ഞ പോലെ കണ്ട കല്യാണം കഴിഞ്ഞെന്ന് പറയില്ല, കൊച്ചിന്റെ അമ്മയാണോ, കുറച്ച് ഭംഗി പോകും. തീർച്ചയായും. ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ 2 പേരാണ് എന്നോടൊപ്പം ഉള്ളത്. ഋതു നമസ്കാരം, വൈശാഖ് നമസ്കാരം. നിങ്ങളെ വൈറലായ ഒരു റീല് ഞാൻ കാണുന്ന 2 റീലാ പ്രധാനമായിട്ടും. ഒന്ന്, വൈശാഖ് കുറച്ച് ബസ്സിലെ ആളുകളുടെ കൂടെ നിന്നിട്ട് ഋതു നടന്നു എന്നിട്ട് വൈശാഖിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു ഏതോ മറ്റേ ഡ്രൈവിംഗ് ഭ്രാന്തായ ഒരു പെങ്കൊച്ച് അവരുടെ കൂടെയുള്ള വർക്ക് കൊളീഗ്സിനെ കാണിക്കുന്നതാണെന്ന് വിചാരിച്ചു. പിന്നീട് ഋതുവിന്റെ ഒരു വിഷുവിന്റെ ഒരു ഫോട്ടോഷൂട്ട്, കുഞ്ഞു ഒത്തിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട്, അതില് സിംഗിൾ മം. അപ്പൊ ഞാൻ പിന്നെ പ്രൊഫൈൽ എടുത്ത് നോക്കി, ഇതേ പോണത് എന്റെ കണ്ടന്റ് ആണല്ലോ. ഞാൻ അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മളിവിടെ എന്താ പറയുന്നത്, ഈ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ വിളിച്ചത്. എങ്ങനെയാണെന്നൊന്ന് സ്വയം പറയാം, നിങ്ങളുടെ പ്രണയ കഥ ഒന്ന് പറയാം. അക്കൗണ്ട് നോക്കിയില്ലായിരുന്നോ? കണ്ടിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കല്ലേ. സിംഗിൾ പേരന്റ്, വണ്ടിക്കാരനെ പ്രണയിച്ച കാമുകി, ഹൈറ്റിന്റെ ഒരു അതായത് ടോൾ ഗേള്, ഷോർട്ട് ബോയ്. അത് ഞാൻ കണ്ടിരുന്നു. നിങ്ങളൊരു കണ്ടന്റ് ആയിട്ട് തന്നെ കണ്ടന്റ് ആയിട്ട്. അതായത് രസമാണ് കേട്ടോ. നമ്മള് പണ്ട് പറയും, ആണുങ്ങൾ പറയും എന്റെ ഷോൾഡറിനൊപ്പം നിൽക്കുന്ന പെണ്ണ് എനിക്ക് ഷോൾഡറിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കൊണ്ടുവന്നു. ഇതങ്ങനെയല്ല, വാടാ ഇങ്ങോട്ട് വാടാ വൈശ. ഞങ്ങൾ അങ്ങനെ ശരിക്കും തോളെ കൈയൊക്കെ ഇട്ടാ ഞങ്ങൾ നടക്കുന്നേ. അത് ഒരു കണ്ടന്റ് ആണെന്ന് വെച്ചാൽ ശരിക്കും ഞങ്ങൾ ഹൈറ്റ് ഡിഫറൻറ്റ് ഉണ്ട്. അപ്പൊ ഓരോരുത്തർ കളിയാക്കും ഞങ്ങളെ. ഇതിന്റെ അടുത്ത് കുറെ പേര് ചോദിക്കാറുണ്ട്, പെൺകൊച്ചിന് ഹൈറ്റ് കൂടുതലല്ലേ? അപ്പൊ ഞങ്ങൾ ഇത് കളിയാക്കുന്ന കാര്യം ഞങ്ങൾ കണ്ടന്റ് ആക്കിയിട്ട് അവർക്ക് തന്നെ ഒരു മറുപടി ആയിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ആ കണ്ടന്റ് വെച്ച് റീച്ച് കയറിയപ്പോ ഞങ്ങൾക്ക് ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് ഇടുകയും ചെയ്യും, ഇല്ലാത്ത കാര്യങ്ങൾ. വൈറലാകാൻ വേണ്ടി വല്ലാണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. സംസാരിക്കട്ടെ, ഋതു സംസാരിക്കരുത്, കണ്ടന്റ് ആയിട്ട് ചെയ്തല്ല, ചുമ്മാ ഓരോരുത്തർ പറയണം. അപ്പൊ ഇത് എന്തുകൊണ്ട് കണ്ടന്റ് ആക്കി കൂടാ എന്നുള്ളൊരു ചിന്തയിൽ ഈ ഓരോരുത്തർ പറയുന്നു എന്നുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വൈശാഖിനോട്, ഋതുവിനെ കഴിഞ്ഞ് എനിക്ക് വൈശാഖിനോടാണ് ചോദിക്കാനുള്ളത്. കാരണം ഒരു സിംഗിൾ പേരന്റ് ആണ് അവര്. മാത്രമല്ല സിംഗിൾ പേരന്റിനെ സ്നേഹിക്കുക, ഈ പറയുന്ന പൊക്ക ഡിഫറൻസ്, നമ്മളുടെ സമൂഹത്തിലൊരു ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റിനകത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതായത് ഈ ബ്രാക്കറ്റിൽ പറയുന്നത് ഇന്ന പുരുഷൻ, ഇന്ന സ്ത്രീ, അത് ഇങ്ങനെ ഇന്ന ഹൈറ്റ്, വെയിറ്റ്, നിറം, ജാതി, മതം, അതിനപ്പുറം പോയി കഴിഞ്ഞാൽ കളറ്, ജോലി വരെ ഇൻക്ലൂഡഡ്. വളരെ കാരണം ബസ്സുകാരെ പ്രണയിക്കരുതെന്ന് പറയുന്ന ഒരു ഇതിട്ട് മിണ്ടരുത്, ചക്കനോട് മിണ്ടട്ടെ, ഭയങ്കര ശല്യമാ. വന്നപ്പോൾ ഈ പെങ്കൊച്ച കൊച്ചിനെ കൊണ്ടൊന്നും പറയാൻ സമ്മതിച്ചില്ല. ഇതൊക്കെ ഒരുപാട് ഏറ്റിട്ടുണ്ടോ ഈ ഒരു ഭാഗത്തുനിന്നല്ല കളിയാക്കലുകള്? എങ്ങനെയാണ് ഋതു ആയിട്ടുള്ള, നിങ്ങൾ പ്രണയം പറഞ്ഞില്ല, എങ്ങനെയാണ് ഋതുവിലേക്ക് എത്തിയത്? ഞങ്ങള് ബസ്സിൽ വെച്ച് കണ്ട്, ഈ ബസ്സല്ല വേറൊരു ബസ്സായിരുന്നു. നീ വാ തുറക്കണം. ഇത് PSC ക്വസ്റ്റ്യൻ അല്ല, എനിക്കതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആരാരെ ക്രഷ് ആയിരുന്നു പറ. പറഞ്ഞോ. ഞാൻ വേണ്ടിയ പ്രശ്നമില്ല, പറഞ്ഞതാ മോളെ, നമുക്ക് മോള് വാ. ഓക്കെ, ഞാൻ പറയാം. ഒരു 1 year ഗ്യാപ്പ് എടുത്തായിരുന്നു, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ. മാരേജ് കഴിഞ്ഞ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയി കഴിഞ്ഞപ്പം കുറച്ച് ഫോൺ പോലും യൂസ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പം സിംഗിൾ പേരന്റ് ആണ്. ഇപ്പൊ എന്റെ കാര്യം ചോദിച്ചു, ഞാൻ സിംഗിൾ പേരന്റ് ആണ്. സിംഗിൾ പേരന്റ് ചില സമയത്ത് നമ്മൾ സിംഗിൾ മം എന്ന് പറയും. അത് പലർക്കും എന്താണെന്ന് അറിയത്തില്ല. അച്ഛനില്ലാതെ കുട്ടി ഉണ്ടാവുന്നതാണോ, ദത്തെടുത്ത് വളർത്തുന്നതാണോ എന്ന് പലർക്കും പല. ചേച്ചി കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് ഞാൻ റീസെന്റ് ആയിട്ട് വീഡിയോ ചെയ്ത് ഇങ്ങനെയാണ്, സിംഗിൾ പേരന്റ് ആണെന്ന് അറിഞ്ഞിട്ടും, അതായത് കുട്ടിയെ നമ്മളാണ് നോക്കുന്ന അറിഞ്ഞിട്ടും സൊസൈറ്റിയിലെ ആൾക്കാർ പറയുന്ന കാര്യങ്ങള് അത് അറിഞ്ഞിട്ടും, അതായത് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അറിയായിരിക്കും അവർക്ക് ഋതു ആണ് കുട്ടിയെ നോക്കുന്നത്. എന്നിട്ട് ഒരു ക്വസ്റ്റൻ ആയിരിക്കും, ഹസ്ബൻഡ് എവിടെ, വിളിക്കാറുണ്ടോ, കാണാൻ വരാറുണ്ടോ? ഇത് അറിഞ്ഞിട്ട് നമ്മൾ കുത്തി നോവിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു, അതായത് ഞാൻ റിവീൽ ചെയ്ത് തുടങ്ങിയത് ഒരു
ഏകദേശം ഒരു 2 വീക്സ് ആയുള്ളൂ സിംഗിൾ പാരന്റിങ് ആണെന്ന്. അപ്പൊ എനിക്ക് കുറെ ഇമോഷണൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ ചേച്ചിയുടെ മുമ്പിൽ നിൽക്കുന്നത്. അതൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതായത് നമ്മൾ കല്യാണം കഴിച്ച് ഇപ്പൊ പേരന്റ് ഇപ്പം നമ്മൾ രണ്ടുപേരും മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ പോലും ഒരു സൊസൈറ്റിയിൽ നമുക്ക് വളരാൻ ഭയങ്കര പാടുള്ള ഒരു സമയം നല്ല പാടാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അറിഞ്ഞിട്ടും നമ്മളെ മനഃപൂർവ്വം കുത്തി നോപ്പിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾ, പിന്നെ ഒരുപാട് കളിയാക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനില്ലാതെ വളർത്തുന്നു. ഇപ്പൊ ഞാൻ പറയാം, റീസെന്റ് ആയിട്ട് ആ വീഡിയോയുടെ അടിയിൽ ഞാനത് വ്യാഴാഴ്ച പോസ്റ്റ് ചെയ്തേ. ഏറ്റവും കൂടുതൽ വിഷമമുള്ള കേസ്, ഇപ്പൊ ഞങ്ങൾ മലയാറ്റൂർ പോയിട്ടുണ്ടായിരുന്നു. മലയൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കമന്റ് വന്നു, സിംഗിൾ മം ഇൻറ്റു പിഴച്ചു പെറ്റവൾ ശരിയെന്ന് പറഞ്ഞിട്ട്. എനിക്കത് പുള്ളി കൂടിയുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു പോയി. കാരണം അപ്പൊ ഞാൻ മറുപടി കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഡിലീറ്റ് ചെയ്യണോ, പിന്നെ ഞാൻ നോക്കി ഇപ്പൊ പ്രൊഫൈൽ ഒറിജിനൽ പ്രൊഫൈലായിരുന്നു. ഇപ്പൊ കുറെ പേര് എന്തിനാ മൈൻഡ് ചെയ്യുന്നത്, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്നു, എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമില്ലാത്ത കമ്പനി ഞാൻ ഡിലീറ്റ് ചെയ്യും. ആവശ്യമുള്ളത് മാത്രം ഞാൻ ഇടും. എന്നിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പം ഇത് ഒറിജിനൽ ആളാണ്. അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഗേൾസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഫോട്ടോസ് കാര്യങ്ങൾ. അപ്പോഴത്തേക്ക് ഞാൻ അതിനെ റിപ്ലൈ കൊടുത്തു. റിപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കമന്റ് പിൻ ചെയ്തിട്ടു. ഞാൻ കമന്റ് പിൻ ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും പുള്ളിയുടെ ഫാമിലിയെ കുറച്ചിങ്ങനെ, നിന്റെ വീട്ടിൽ അങ്ങനെയാണോ, നിന്റെ അമ്മ എങ്ങനെ വളർത്തിയത്, നിനക്ക് പെങ്ങന്മാരില്ലേ, പുള്ളി കമന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തു. പുള്ളിക്ക് മനസ്സിലായി മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു സ്റ്റോറി, അതായത് ചേട്ടന്റെ അമ്മ പറഞ്ഞ ഒരു ഇതല്ലേ ചേട്ടന്റെ അച്ഛന്റെ പേരിലുള്ള ഒരു വിശ്വാസം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് അമ്മ പറഞ്ഞ നമ്മുടെ ഫാദർ ഇതാണ്, അതല്ല നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പോകണമെന്നില്ല. അപ്പൊ എല്ലാവർക്കും ചേച്ചിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്കും അങ്ങനെയാണ്, ഇപ്പൊ വൈശാഖനും അങ്ങനെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ കൂടെ പുള്ളിയുടെ ഫ്രണ്ടിനെ ടാഗ് ചെയ്തിട്ടു. പുള്ളിക്കാർ പേഴ്സണൽ, ചേച്ചി സോറി, എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൻ അങ്ങനെ ചെയ്തു എന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചേച്ചി, ഒരുപാട് സോറി ഉണ്ട് ചേച്ചി, ചേച്ചിയുടെ പ്രൊഫൈൽ ഉണ്ടപ്പോൾ മനസ്സിലായി, അവന് വേണ്ടി ഞങ്ങൾ മാപ്പ് പറയാൻ പറഞ്ഞു. അത് ആവശ്യമില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ സുഹൃത്ത് നാളെ നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ പാരന്റിങ് വരാതിരിക്കട്ടെ, അഥവാ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പരിചയമില്ല, എന്നെ പേഴ്സണലി അറിയത്തില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾ എത്ര ഫ്രണ്ട്സ് ആണ്, അപ്പൊ നിങ്ങളെ പറ്റി എന്തൊക്കെയായിരിക്കും പറയുന്നത്. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ, അതായത് ഈ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് ഇത്ര ധൈര്യത്തോടെ കിടുമ്പോൾ അതൊരു കുറച്ചതായിട്ട് തോന്നി. പിന്നെ ഒരുപാട് നെഗറ്റീവ്സ് വരാറുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരുപാട് സിംഗിൾ പാരന്റ്സ് ഉണ്ട്. ഇപ്പൊ ഫാദേഴ്സും ഉണ്ട്, മദേഴ്സും ഉണ്ട്. അപ്പൊ എല്ലാവരും തന്നെ ഒരുപാട് കാര്യം ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, 18 വയസ്സൊക്കെ കെട്ടിയതാ, 17 വയസ്സൊക്കെ കെട്ടിയതാ, എന്നിട്ടാ സിംഗിൾ പാരന്റ് ആയത്, ചാടിപ്പോയതാ. അങ്ങനെയൊന്നും അല്ല. എനിക്ക് 28 വയസ്സുണ്ട്. 28 വയസ്സുണ്ട്. അത്യാവശ്യം മെച്ചേർഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ രീതി ഞാൻ മെച്ചേർഡ് ആണ്. ഞാനിപ്പോ ഒരു സക്സസ്ഫുൾ സിംഗിൾ മദർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മെച്ചേർഡ് ആണ്. അപ്പം ഒരുപാട് കളിയാക്കലുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയപ്പോഴത്തേക്ക് അതിനും കുറെ നേരിട്ടു. അതൊരു വണ്ടിക്കാരനും കൂടെ ആയപ്പോൾ അതിനും നേരെ അറ്റാക്ക് വന്നു. ആൾക്ക് ഹൈറ്റ് കുറവായതുകൊണ്ടും അതും എനിക്ക് നേരെ അറ്റാക്ക് വന്നു. ടോട്ടൽ ഫുള്ള് എന്റെ തലയിലേക്കാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ സന്തോഷിക്കണ്ടാന്ന്. നിങ്ങളുടെ പ്രണയം ഇതുവരെ പറഞ്ഞില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഇതൊക്കെ നിങ്ങളുടെ പേജിൽ വായിച്ചു. നിങ്ങൾ എന്നോട് ചോദിച്ചു, നീ ഇത് മാത്രമേ ചേച്ചി എന്നെ കണ്ടുള്ളൂ എന്നില്ല. ഞാനൊരു കണ്ടന്റ് എടുക്കുമ്പോൾ ഏറ്റവും ഇസഡ് ഞാൻ കണ്ടന്റിനെ കുറിച്ച് ശ്രദ്ധിക്കും. എനിക്കിതിൽ എന്താണ്, അതെനിക്കറിയാം, വരച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും. എനിക്കിതിൽ എന്താണ്, കാരണം നമ്മൾ ഒരാളെ എടുക്കുമ്പോൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ വൈറൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. താങ്ക് യു. നമ്മളിപ്പോൾ ഇരിക്കുന്ന റെസ്റ്റോറന്റ് പേര് ഇറച്ചി എന്നാണ്. ക്രൗൺ പ്ലാസയുടെ ബാക്കിലാണ്. ഇത് നല്ല രസമാണ്. ഇത് ആംബിയൻസ് വൈകുന്നേരം ഞാൻ വന്നപ്പോ പറയത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയത്. എല്ലാ ദിവസവും ഇവിടെ വർക്കാണ്. ഇവിടെ ഇറച്ചിന്ന് തന്നെ ഒരു റെസ്റ്റോറന്റ് പേരിട്, ഇറച്ചി കട എന്നല്ലേ കിട്ടുന്നത്. അല്ല, ഒരു വെറൈറ്റി ഇല്ലേ ഇവിടത്തെ ഒരു ഫുഡിന്റെ ഇതെന്ന് പറഞ്ഞാൽ സ്മോക്ക് ചെയ്ത് ഞങ്ങളത് കണ്ടായിരുന്നു. അത് പക്ഷെ 24 hours സ്മോക്ക് ചെയ്തിട്ട്, അതായത് ഇന്ന് നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ഇന്നലെ കുക്ക് ചെയ്ത സാധനമാണ്. അതായത് ഇന്നലെ സ്മോക്ക് ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞ് ഇന്നാണ് നമുക്കത് തരുന്നത്. ഭയങ്കര ഇവിടെ ഭയങ്കര രസമാണ്. ഈവനിങ് ഭയങ്കര പോപ്പുലർ. ഞങ്ങൾ ഈ ആംബിയൻസ് പറഞ്ഞു. ഇപ്പൊ കൊച്ചിന്റെ എന്റെ ബർത്ത്ഡേ ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, അപ്പൊ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലേ. ഞാൻ നിങ്ങളുടെ പേജ് കണ്ടിരുന്നു, പേജ് ശ്രദ്ധിച്ചു. അപ്പൊ ഇതെല്ലാം ഞാൻ ശ്രദ്ധിക്കുമ്പോഴും അതിൽ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിന്നിട്ട് ലൈഫ് പോരാടുകയാണ്. അപ്പൊ 1000 പേര് പറയാണ്, നീ അങ്ങനെ അങ്ങ് പോയിക്കൂടാ, നീ ഇന്ന സൊസൈറ്റിയുടെ, ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ ബ്രാക്കറ്റിലൂടെ ജീവിക്കണം എന്ന്. അപ്പോഴാണ് ഓൾറെഡി ഒരു ലൈഫ് പോയി, കുഞ്ഞുണ്ട് എന്നുള്ളിടത്തുനിന്ന് ഒരു പ്രണയം തുടങ്ങുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര രസമാണ്. അതായത് നമ്മൾ ആദ്യത്തേതിന്, അതായത് ജീവിതത്തിനോടല്ല, മനുഷ്യന്മാരിൽ പ്രതീക്ഷ വീണ്ടും വരുവാണ്. മനുഷ്യന്മാരിൽ പ്രതീക്ഷയാണത്. ഒരു ചില ആളുകൾ പറയും, എനിക്കിനി കല്യാണമേ വേണ്ടാന്ന് പറയും. അതെ, മടുത്തുന്നു. പക്ഷെ മനുഷ്യരിലുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് വൈശാഖിലേക്ക് ഇപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ബേബിക്ക് പറയണല്ലോ 2 വയസ്സാകുന്നതേ ഉള്ളൂ. അതായത് ജനിച്ചപ്പോ മുതല് ആ കുട്ടിയെ ഹാൻഡിൽ ചെയ്യണ ഞാനാണ്.
അപ്പം ഇത്ര ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ കുട്ടിയുടെ ഒരു കാര്യം ഉദ്ദേശിച്ചത് ഇപ്പോഴും ഇതായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് കളിയാക്കൽ ഒരുപാട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടിരുന്ന ഒരാളായത് കൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൂടെ പഠിച്ചവര്, എന്തിന് റിലേറ്റീവ്സ് പോലും. ഒരു കാര്യം ഞാൻ പറയാം, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരി അടുത്ത് ഞാൻ പറഞ്ഞു, എടി ഇങ്ങനെയാണ്, ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുവാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്, പുള്ളിക്കാരിയുടെ മദറാണ്, കൊച്ചിന് 3 വയസ്സേ ഉള്ളൂ, എടുത്ത് വായിക്കി പറഞ്ഞു, എന്നാലും ഒരു ഫ്രീ ആയിട്ട് ട്രോഫി കിട്ടിയില്ലേ. അന്ന് ഞാൻ ആ റിലേഷൻ കട്ട് ചെയ്ത കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് റിലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന മെയിൻ റീസൺ ഇതാണ്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് വേണ്ടത്. പിന്നെ ഈ പറയുന്ന പോലെ എന്റെ വിഷമം എന്ന് പറയുന്നത് എനിക്ക് മാത്രമേ വിഷമമുള്ളൂ, എന്റെ അമ്മയ്ക്ക് മനസ്സിലാവും. ഇപ്പൊ ചേച്ചിയോട് പറഞ്ഞാലോ വൈശാഖനോട് പറഞ്ഞാലോ എന്റെ റിലേറ്റീവ്സിനോട് ആരോടും പറഞ്ഞാലോ അവർക്കത് മനസ്സിലാകത്തില്ല. എന്റെ വിഷമം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മാത്രമേ ഉള്ളൂ. അത് ഞാൻ എത്ര ഇങ്ങനെയൊക്കെ സഹിച്ചു ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാൽ അവർ കേൾക്കും, ആണോ, ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാ കേസിലും എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ. അവരവരുടെ വിഷം അവരവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമുക്ക് സപ്പോർട്ട് തരണ്ടേ. അങ്ങനെ അല്ലാതിരുന്നപ്പം എനിക്ക് എന്റെ സ്വന്തം കാര്യം മാത്രം ഞാൻ നോക്കി. പക്ഷേ ഈ ഒരു സൊസൈറ്റിയിൽ ഈ പറയുന്ന പോലെ ഒരുപാട് സ്ത്രീകൾ സമാനതകൾ അനുഭവിക്കുന്നവർ ഇങ്ങനെ വിഷയങ്ങൾ പറയുമ്പോൾ പെയിൻ ഷെയർ ചെയ്യപ്പെടാറുണ്ട്. നമുക്കാണെങ്കിൽ ഞാൻ പറയാം, എന്റെ സന്തോഷം അതാണ്. ആ ജീവിതത്തിൽ ആദ്യത്തെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ കുഞ്ഞിനെ വളർത്തണം എന്നുള്ളത് നെക്സ്റ്റ് ഒരു, അതായത് നമ്മൾ ഫോർവേഡ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, മറ്റൊരു മനുഷ്യന് പ്രതീക്ഷ അർപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതൊരു ആ വൈശാഖിനെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം ഉള്ളതുകൊണ്ടാണ് ഋതുവിന് അത് സാധിക്കുന്നത്. മനസ്സിലായി? വൈശാഖിന് അതൊരു മനസ്സിലാക്കലാണ്. അതായത് ഇപ്പോൾ വൈശാഖിനോട് തന്നെ ഋതു സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലരും നിനക്കൊരു കൊച്ചുള്ള പെണ്ണിനെ കിട്ടിയുള്ളോ എന്നുള്ളൊരു ചോദ്യം. അത് നമ്മുടെ ഒരു, അത് ഞാൻ പറഞ്ഞില്ലേ, കുത്തിയുള്ളൊരു ചോദ്യമാണ്. അതൊക്കെ പോടാന്ന് പറയുന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതല്ലെങ്കിൽ നമ്മൾ അത് പോട്ട് അതെങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്തത്? ഞങ്ങളുടെ ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്ന കേസാ. ആദ്യ കാലങ്ങളിലാണെങ്കിലും ഉണ്ട് ഉള്ള കാര്യം തന്നെയാ. ഞങ്ങൾ മറച്ചു വെക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. പിന്നെ പബ്ലിക്കായിട്ടല്ലേ ഇറങ്ങണം. ഞങ്ങള് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ പബ്ലിക്കായിട്ട് ഫോട്ടോസ് ഇടുന്നു, സ്റ്റോറി എടുത്തു. ആദ്യമൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഫ്രീ ആയിട്ട്, അതായത് കുട്ടിയെ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചായിട്ട് നല്ല കമ്പനിയാ പുള്ളി. 5 മാസം മുതലല്ലേ, റയാൻ 5 മാസം മുതലുള്ളപ്പോ പുള്ളിക്ക് അറിയാം നല്ല കമ്പനിയാണ് കൊച്ചായിട്ട്. ഫോട്ടോ ഇട്ടപ്പം ഒരു കൂടെ ബസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെ വേറെ ബസ്സിലെ ആളെ ചോദിച്ചു, ഒരു ട്രോഫി ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടല്ലോ. പുള്ളിക്ക് അത് ഇല്ലായിരിക്കും, പക്ഷെ മനസ്സിലൊരു വിഷമം വരും. അത് പുള്ളി അത് എന്നോട് ഷെയർ ചെയ്തപ്പോ എനിക്കത് മനസ്സിലായി. ഓക്കെ, ആ പുള്ളി ചിരിച്ചത് തള്ളി. എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ് പുള്ളി, എല്ലാവരുടെ അടുത്തും വഴക്കുണ്ടാക്കാൻ പോറൊന്നുമില്ല, ചിരിച്ച് പറഞ്ഞു നിൽക്കും. പക്ഷെ അത് പുള്ളിക്ക് ആരായാലും ആ സ്ഥാനത്ത് ചിലപ്പോൾ നല്ല വർത്താനം പറയും, ചിരിച്ച് 2 റൗണ്ട് പറയും. പക്ഷെ പുള്ളിക്ക് അത് ഉള്ളിന്റെ ഉള്ളിൽ കേൾക്കുമ്പോ ഒരു ഇത് വരും, ട്രോഫി ആയിട്ട് നിന്നു അങ്ങനെയൊക്കെ ഒരു ഇത്. പിന്നെ സെക്കൻഡ് ഹാൻഡ് ആണോ കിട്ടിയത്, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഞാൻ നേരിട്ടില്ല, പുള്ളി മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അതല്ല, അത് എന്റെ അടുത്ത് വന്ന് പറയുമ്പോ എനിക്കാണത് പ്രശ്നം കേൾക്കുമ്പോ. അപ്പൊ നമുക്ക് നോർമലി ഒരു നമ്മളിങ്ങനെ കാണോ, സത്യം എനിക്ക് ഡ്രൈവിംഗ് കഴിഞ്ഞിട്ടൊരു സമയമില്ല. മൂവാറ്റുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴ ചെല്ലണം, ഇതെല്ലാം ഞാനാ, ഒന്നും നോക്കാൻ സമയമില്ല. വേറെ ഒന്നും കൊണ്ടല്ല, വൈശാഖിന്റെ കമന്റ് ഇറക്കുന്നവരെ ശ്രദ്ധിക്കുക, ഋതുവാണ് മറുപടി തരുന്നത്. എല്ലാം അല്ല, കൊടുക്കേണ്ട മറുപടി പുള്ളി കൊടുക്കും. മെസ്സേജ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും മെസ്സേജ് ആണെങ്കിൽ അപ്പൊ തന്നെ പറയും, ഞാനൊന്ന് എല്ലാവർക്കും തന്നെ അറിയാം, ചേട്ടനല്ലാന്ന് പറയും, പറഞ്ഞിട്ട് മെസ്സേജ് ആയിക്കോളും. അങ്ങനത്തെ അല്ലേ നല്ല കമന്റിന് നല്ല പുള്ളി തന്നെ ചിലതിനെ കൊടുക്കാം. ഇതുവരെ ഞാൻ എത്ര നേരം എന്റെ വായിൽ വെള്ളം പറ്റി, ഞാൻ ജ്യൂസ് വരെ പറഞ്ഞു, ഒരു ജ്യൂസ് വരെ പ്രളയം പറയുന്നില്ല. ഞാൻ പോണോ ഇവിടെ? ഞാൻ പറയാം. കാരണം ഇത്രയും മനോഹാരിതയില് നമ്മൾ വിഷമങ്ങളാണ് പറഞ്ഞത്, പക്ഷെ അതിൽ ഒരു മനോഹാരിതയുള്ള ഒരു പാട്ടാണ്. അല്ലാണ്ട് നിങ്ങളുടെ പേഴ്സണൽ അല്ല, അതിലൊരു മനോഹാരിതയുണ്ട്, അതും നമ്മൾ ഷെയർ ചെയ്യപ്പെടേണ്ടതാ. നമ്മൾ ഇത്ര നേരം നമ്മുടെ ആവലാതികളാണ് പറഞ്ഞത്, മനസ്സിലായോ? ഞാൻ ഓർത്ത് കരയിട്ടൊക്കെ വരായിരിക്കുന്നു. അതായത് ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്. സിംഗിൾ പാരന്റ് കഴിഞ്ഞു, ഇനി നമുക്ക് ലവ് സ്റ്റോറിയിലേക്ക് കടക്കാം. സിംഗിൾ പാരന്റ്, ലവ് സ്റ്റോറി, പിന്നെ വണ്ടി അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത ലവ് സ്റ്റോറിയിലേക്ക് കടക്കാം. നേരത്തെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, മേക്കർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഭാവനയുടെ ഒക്കെ ജ്യൂസ് എടുത്ത് എറിയരുത്, അത് ഞാൻ ദാഹം കൊണ്ട് കുടിച്ചു തന്നെ വന്നു. ഞാൻ കണ്ടിരുന്നു അക്കൗണ്ട്സിൽ കുറെ നല്ല ഒരു ഫോട്ടോഷൂട്ടിന്റെ മോഡലും മേക്ക് ഓവർ. പണ്ടെന്നാണ്ട് വരെ പറഞ്ഞു ഭാവനയുടെ കൊണ്ട് സംസാരം. ഞാൻ മമത മോഹൻദാസിന്റെ സൗണ്ട് ഒക്കെ ചെയ്യായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞവനൊക്കെ ഇങ്ങ് വിളിക്കാൻ പറയാം,
വൈശാഖ് ഇവിടെ വണ്ടി കേട്ടോ. ഇല്ല, പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും ഇങ്ങനെ പറഞ്ഞു ഭാവനയുടെ ഫിഗറും മമത മോഹൻദാസിന്റെ സൗണ്ടും. ഇപ്പോഴത്തെ അല്ല കേട്ടോ, പഴയ മറ്റേ മെലിഞ്ഞ ഭാവന. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്തെങ്കിലും കേൾക്കാതിരിക്കാണല്ലോ, അങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തു. പക്ഷെ ഭാവന ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ടോ അതിന്? അത് സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടോ ചേച്ചി? അപ്പം അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ ഓരോന്ന് ശ്രദ്ധിച്ചു. എന്റെ എൻഗേജ്മെന്റ് ഡാൻസ് ഉണ്ടായിരുന്നു, പറയാലോ, എൻഗേജ്മെന്റ് ഡാൻസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി. ഡാൻസ് ഞാനൊന്നും ചെയ്യാറില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എൻഗേജ്മെന്റ് ഡാൻസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വൈറലായ ഒരു ഡാൻസ് ആയിരുന്നു അത്. അപ്പൊ പുള്ളി അത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 1 year ഗ്യാപ്പ് കഴിഞ്ഞ്, അതായത് ബേബിക്ക് ഒരു 3 മാസമായിട്ട് ഞാൻ ജോലിക്ക് കയറി തുടങ്ങിയായിരുന്നു. അപ്പൊ വന്നപ്പോ ജോലി എന്താണ്? PS ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ഇന്റർവ്യൂ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഗ്യാപ്പില് ഡെയിലി പോകൂലോ, രാവിലെ പോകുമ്പോ പുറത്തേക്ക് നോക്കിയപ്പം അറിയാം നമ്മുടെ ബസ്സിൽ സ്ഥിരം പോകുന്നുണ്ടായതിനു ശേഷമായിരുന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പോ സെപ്പറേറ്റഡ് ആവുന്ന എന്താണ്? ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയിട്ടില്ല, എന്റെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ പോലും ഞാൻ സെപ്പറേറ്റഡ് ആണ്. ഓക്കെ. ഡെലിവറിക്ക് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ എങ്ങും ഇല്ല, പോയിട്ടില്ല. ഓക്കെ. അതിനുശേഷം കുഞ്ഞുണ്ടായതിനു ശേഷമാണ് ജോലിക്ക് വീണ്ടും. അതെ, ഒരു 3 മാസം ആയപ്പം മമ്മി പറഞ്ഞു എന്റെ അടുത്ത്, ഭയങ്കര ഒരു പ്രത്യേകത, ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ആയിരുന്നു എന്റെ യാത്ര. ഒരു 3 മാസം കരച്ചില് പിടിച്ചില്. ഇപ്പോഴാണ് ഈ ഒരു മനുഷ്യക്കോലായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. ഇപ്പോഴാണൊന്ന് പച്ചപിടിച്ച് വന്നേ. അപ്പം എനിക്കത് ശരിക്കും വിഷമമുള്ള കേസാണ് അത്. ഇമോഷണലി കരഞ്ഞ ഞാൻ കണ്ണിന് കരയാനല്ല, എന്താ പറയാ, ഇപ്പൊ ചേച്ചി എന്നെ ഓർമ്മിപ്പിച്ചേ, നമ്മള് മറന്ന നേഴ്സാണ്. അപ്പം അങ്ങനെ വീഡിയോ സേവ് ചെയ്തത് എന്നെ പരിചയപ്പെടുന്നതിന് മുമ്പാ, എൻഗേജ്മെന്റ് ടൈമിലാണ് വീഡിയോ സേവ് ചെയ്യുന്നത്. അതൊക്കെ ഒത്തിരി അല്ലേ, 1 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് എങ്ങനെയോ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് പുള്ളി ബസ്സിന്റെ ഒക്കെ ഫാനാ. ഞാൻ സ്ഥിരം പോകുന്നൊരു വണ്ടിയുണ്ട്, വണ്ടിയുടെ ഒക്കെ ഭയങ്കര ഫാനാണ്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോ എന്നെ കണ്ടു. അപ്പൊ എനിക്ക് അന്നാണ് മെസ്സേജ് അയക്കുന്നത്, റിക്വസ്റ്റ് മെസ്സേജ് കിടക്കുക, ഇന്ന ബസ്സിലുണ്ടായിരുന്നോ. അപ്പൊ ഞാനൊരു 2 weeks കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഈ പറഞ്ഞാൽ ഉണ്ടായിരുന്നു. എന്നെ ആദ്യം ചാടി കയറി, ചേച്ചി ഇന്ന ബസ്സിലുണ്ടായിരുന്നു. ചേച്ചി ആരാ നിന്റെ ചേച്ചി? ആരാണ് നിന്റെ ചേച്ചി? ചേച്ചി പ്രായം എത്രയുണ്ട്? പറഞ്ഞു 1 വയസ്സ് ഇളയതാ ഞാൻ. അപ്പൊ നമുക്കൊരു സമാധാനമാവുമല്ലോ. അപ്പൊ ഇങ്ങനെ മിണ്ടി സംസാരിച്ച്. അപ്പൊ പുള്ളിക്ക് അറിയില്ല ഞാൻ മാരീഡ് ആണ്, കുട്ടിയാണെന്ന് അറിയില്ല. പിന്നെ മിണ്ടി സംസാരിച്ച് അക്കൗണ്ടിലെ കുട്ടിയുടെ ഫോട്ടോ കണ്ടു. അപ്പൊ ആദ്യം ഓർത്തു ചേച്ചിയുടെ കൊച്ചാന്നല്ലേ, അങ്ങനെ ഓർത്തു. അത് പറഞ്ഞു എല്ലാരും പറയുന്ന പോലെ കണ്ട കല്യാണം കഴിഞ്ഞെന്ന് പറയില്ല, കൊച്ചിന്റെ അമ്മയാണോ, നമ്മളെ കുറച്ച് ഭംഗി പോകും. തീർച്ചയായും സ്ത്രീകളെ പുകഴ്ത്തുന്നവരുണ്ട്, അത് നമ്മളെ ഭയങ്കര ജെനുവിൻ ആയിട്ട് പറയുന്നവരുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ കോൺഫിഡന്റ് വർദ്ധിക്കും. അങ്ങനെ ഇതായി. പിന്നെ പയ്യെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് പറയുന്ന ഒരു കാര്യം പറയാം. ചിലർ ചോദിക്കുന്നുണ്ട്, സിംഗിൾ പാരന്റിങ് ആയിട്ട് കുട്ടിക്ക് വേണ്ടി ജീവിച്ചുകൂടെ, എന്തിനാ ഇനി ഒരു കല്യാണം, ഇനി പ്രണയം പാടുണ്ടോ എന്ന് ചോദിക്കുന്നവരടുത്ത്. കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതും ഡിസൈഡ് ചെയ്യാതെ ഈ പൊസിഷനിൽ നിൽക്കുന്നതും. അപ്പൊ ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാ. ഞാൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിട്ടാ? എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. നമുക്കൊരു കൂട്ട് എപ്പോഴും വേണം. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമുക്ക് കൂട്ട് വേണം. ചില വ്യക്തികൾ വൾണറബിൾ ആണ്, അവർക്ക് കൂട്ട് വേണം. ചിലവർക്ക് വേണ്ട, അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നവരുണ്ട്. അത് ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ മെന്റലി ആയിരിക്കാം. നമുക്ക് സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു സൊസൈറ്റി ജീവിക്കണമെങ്കിൽ മെന്റലി സ്ട്രോങ് ആയിട്ട് കാര്യമില്ല, ഫിനാൻഷ്യലി സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അപ്പം ഞാനിപ്പോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം നമുക്കൊരു കൂട്ട് വേണം. എനിക്ക് ആർക്കായാലും ചിലരുടെ മനസ്സിലുണ്ടായിരിക്കും, പക്ഷെ സൊസൈറ്റിനെ പേടിച്ച്, റിലേറ്റീവ്സിനെ പേടിച്ചിട്ട് പറയാൻ മടിയായിരിക്കും, മനസ്സിലുണ്ടായിരിക്കും. ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ അതിനിടയിൽ ഒരുപാട് എന്നെക്കാളും പ്രായമുള്ള ചേച്ചിമാര്, മോളെ നീ എങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിൽക്കുന്നത്, നിന്നെ കണ്ട് കൊതിയാവുക. അവർ വർഷങ്ങളായിട്ട് സിംഗിൾ പാരന്റിങ് ആണ്. അവർക്ക് താല്പര്യമുണ്ട്, പക്ഷെ പേടിയാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു, അവർക്കും താല്പര്യമുണ്ട്. നിങ്ങളെ കാണുമ്പോൾ കൊതിയാവുക. അതായത് നിങ്ങൾ പബ്ലിക്കായിട്ട് ഇത്ര ബോൾഡായിട്ടെല്ലാം ഫേസ് ചെയ്യുന്നില്ലേ, ഓരോരോ ചോദ്യങ്ങളും കളിയാക്കലും ഫേസ് ചെയ്തിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് വരുന്നില്ലേ. ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് മെസ്സേജ് ഫുള്ള് ഇതാ, എങ്ങനെയാണ് അവരുടെ വിഷമങ്ങള്, അതെനിക്ക് മനസ്സിലാവും. ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അവർക്കാണെങ്കിൽ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരാൾ കേൾക്കാൻ വേണം. നമ്മൾ അൾട്ടിമേറ്റ് നമ്മൾ ഇതൊക്കെ നമ്മൾ പുറത്തെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തുമ്പോൾ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവും, അല്ലെങ്കിൽ വെറുതെ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ആള്, നമുക്ക് പല കാര്യങ്ങൾക്ക് ഒരു മെന്റൽ സപ്പോർട്ടിംഗ് ആയിട്ട്, ഫിനാൻഷ്യലി അല്ല, മെന്റൽ സപ്പോർട്ടിംഗ് ആയിട്ടാണ്. നമുക്ക് ഒരുപാട് വിഷമം വരുമ്പം നമ്മളെ എന്താ പറയാ, ജോലി കാര്യങ്ങളിലാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഭയങ്കര കെയറിംഗ് ആ പുള്ളി. കെയറിംഗ് ഉദ്ദേശിക്കുമ്പോൾ മറ്റേ കെയറിംഗ് അല്ല കേട്ടോ. ഈശ്വര, അടുത്ത സാധനം. വാവ്, ഇതെന്താ സാധനം? ഇത് ഹണീബിയാ, ബിസ്ക്കറ്റ് വെച്ചുള്ള. ഇത് ബിഗ് ബി എന്ന് പറയുന്നത്. ബിഗ് ബീൻ ഹണീബി. ഓക്കെ, ബിഗ് ബി നമുക്ക് ഫൻ. ഇത് ഹണീബി ആണ്, മറ്റേ ഹണീബി അതല്ല. മോള് പറഞ്ഞ പോലെ നമുക്ക് മെന്റലി ആണ് ആളുകളുടെ സപ്പോർട്ട് വേണ്ടത്. നമ്മളൊരു തകർച്ച വരുമ്പോഴോ നമുക്ക് സാരമില്ല പോട്ടടാന്ന് പറയുമ്പോൾ ആ പോട്ടടയിൽ ഒരു ആത്മാർത്ഥമുള്ളൊരു പോട്ടെ എന്നുള്ളതാണെങ്കിൽ
നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആവും. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞ് പോട്ടെ എന്നല്ല എല്ലാരും പറഞ്ഞത്. പറഞ്ഞ ആൾക്കാരും ഉണ്ട്, 2-3 പേരുണ്ട്, എന്റെ കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതിലെനിക്ക് ഏറ്റവും കൂടുതലുള്ളത് എന്റെ മമ്മി. എന്റെ മമ്മിയാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ, എന്തിനാ പട്ടണിക്ക് ഇരിക്കുന്നേ, കൊച്ചിനെ വളർത്തണ്ടേ, പൊക്കോ, പഠിക്കാനായാലോ ജോലിക്കായാലും പൊക്കോ എന്ന് പറഞ്ഞു. കൊച്ചിനെ മമ്മി നോക്കിക്കോ. മമ്മി ജോലി കളഞ്ഞിട്ട് മമ്മിയാണ് കുട്ടിയെ നോക്കുന്നത്. പപ്പ ഇല്ല, പപ്പയില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു സപ്പോർട്ടിങ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന്. എൻ്റെ ആ ഒരു യാത്ര എന്ന് തന്നെ പറയാം. ആ ഒരു അതിലേക്ക് എൻ്റെ വിഷമങ്ങളും എല്ലാം കണ്ടോണ്ടിരുന്ന, പോങ്ങലൊക്കെ കണ്ടോണ്ടിരുന്ന അമ്മയായിരുന്നു. അമ്മ ഇടയ്ക്ക് പറയായിരുന്നു, ഇപ്പൊ അമ്മ ഹാപ്പി അല്ലേ? ഒരു ട്രാജഡി പറയാൻ വന്ന കോമഡി. മമ്മി പറയായിരുന്നു ചീറ്റുമ്പോ, ഇതെന്നാ പാമ്പ് മാളത്തിൽ മറ്റേ ഞാൻ കരയുമ്പോ അമ്മ ട്രോളും, ഇതെന്നെ ഇങ്ങനെ എല്ലും തോലും ആയല്ലോ, വല്ലതും കഴിക്കുക, ആൾക്കാർ പറയും പട്ടണിക്ക് ഇടുവാന്ന്. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ അമ്മ വരെ ട്രോളുന്നു. പിന്നെ ഞാനെന്തിനാ വിഷമിക്കുന്നത്? അമ്മ വലിയ വേറെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കൊച്ചിനെ നോക്കി നോക്കി എന്റെ ബേബി ഇപ്പൊ എന്നെ വിളിക്കുന്നത് ചേച്ചിന്ന്. ചേച്ചിന്ന് വിളിക്കുന്നത്. എന്റെ മമ്മീനെ അമ്മേന്ന് വിളിക്കും, ചിലപ്പോ മമ്മീന്ന് വിളിക്കും. എന്നെ ചേച്ചി ഡി, പുള്ളിനെ എല്ലാരും വിളിക്കുന്ന പെപ്പേന്നാ. അപ്പൊ പുള്ളിനെ പെപ്പെ എന്ന് വിളിക്കും. എന്റെ അടുത്ത് മാത്രം ചേച്ചി ഡി ഡി, ഇതാണ് വിളി. ഇതാണ് 2 വയസ്സല്ലേ ഉള്ളൂ. കൊച്ചു കാണുന്നതല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ്. അപ്പൊ കുട്ടിയായിട്ട് എല്ലാരും ചോദിച്ച കേസാ, കുഞ്ഞു കൊച്ചല്ലേ, ജോലിക്കൊക്കെ പോകണോ, റെസ്റ്റ് എടുക്കും, 3 മാസത്തിലായുള്ളൂ, ഇത് നീ ഇപ്പൊ അല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അനുഭവിക്കും ഡെലിവറിയുടെ കാര്യങ്ങളും ബോഡി പെയിന് കാര്യങ്ങള്. കുട്ടിക്ക് ഇപ്പൊ എപ്പോഴും കൂടെ ഇരിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ ഗൾഫ് രാജ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, മറ്റേണ്ടി ലീവ് ചിലർക്ക് 6 മാസം ഉണ്ട്, ചിലർക്ക് 1 മാസേ ഉള്ളൂ. അവര് പോകുന്നില്ലേ? ഈ ചിലരുടെ ഒരു വിചാരമാണ് കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വയസ്സാവുന്നവരെ 3 വയസ്സാവുന്നവരെ വീട്ടിലാരും കൂടി ഇരിക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ജോലി ചെയ്യണ്ടേ? ഇതാണ് എല്ലാവരും ഒരു ഇത്. അപ്പൊ ഞാൻ 3 മാസമായി പോയപ്പം കൊച്ചിനെ സ്നേഹിക്കുന്നില്ല, കൊച്ചിന് പാല് കൊടുക്കുന്നില്ല. മെയിൻ അതായിരുന്നു. കൊച്ചിന് പൊടിപ്പാല് കൊടുത്തു. ഞാൻ കേട്ട എന്റെ വണ്ടിയിൽ യാത്ര, സ്ഥിരം വണ്ടിക്കാണ് വന്നത്, വണ്ടിയിൽ കുറച്ച് ചേച്ചിമാരുണ്ട്, കുറച്ച് പ്രായമായിട്ടുള്ള ചേച്ചിമാരുണ്ട്. കൊച്ചിന് പൊടിപ്പാലാണോ കൊടുക്കുന്നത്? നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഒന്നത്തെ പ്രീമച്ചർ ബേബിയോ, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. പക്ഷെ നാട്ടുകാരോട് എന്താ, അവൾ മുലപ്പാലും ഒന്നും കൊടുക്കാതെ പൊടിപ്പാല് കൊടുത്തിട്ട് പോകുന്നു. ഒരുപാട് ഞാൻ കേട്ടതാ. പോകുന്ന വണ്ടിന്ന് ഭാഗ്യത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമൊന്നും പറഞ്ഞിട്ടില്ല. റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, മെയിൻലി ഫ്രണ്ട്സ്, കുറെ നീ ഒന്ന് തിരിച്ചു പോ, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? എന്റെ മാക്സിമം എന്റെ വീട്ടുകാർ പറഞ്ഞു എനിക്ക് വയ്യ, ഓക്കെ പോരെ, സൊസൈറ്റി കൊച്ചിന് വേണ്ടി ജീവിക്കുക, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്തിന്? എനിക്ക് എന്റെ വീട്ടുകാർ പറഞ്ഞ് നോക്കിയാൽ മതി. അതെ, നമ്മൾ ഈ പേരൻസ് ആണ് പലയിടത്തുനിന്നും അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയുന്നിടത്തോണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. എന്റെ അമ്മ എന്റെ മമ്മി പോരെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം സൂയിസൈഡ് പറയാൻ കൊള്ളത്തില്ല, എന്നാൽ പോലും എല്ലാവർക്കും തോന്നിയ കേസ് തന്നെയാണ്. നമുക്ക് സ്റ്റാർട്ടിങ് വേണ്ട, ഇത് ലൈഫ് വേണ്ട, ഒരുപാട് എന്താ നാണക്കേട് വിചാരിച്ചിട്ടില്ല. നമുക്ക് അപ്പൊ ആ ഒരു സമയത്ത് കൊച്ചിന്റെ കാര്യം പെട്ടെന്ന് മനസ്സിൽ വരത്തില്ല. എല്ലാവർക്കും ചെയ്ത ആൾക്കാർക്ക് കൊച്ചിന്റെ കാര്യം ഒരുപാട് ന്യൂസിൽ കാണാറുണ്ട്. ഒരു നിമിഷം ആ കൊച്ചിനെ ആലോചിക്കത്തില്ലേ? നമ്മൾ ആ നിമിഷത്തില് ചിലർ കൊച്ചിനെ ആലോചിക്കും, പക്ഷെ നമ്മൾ ചിലർ ആലോചിക്കാത്തവരുണ്ട്. എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേടിയാ, സത്യമായിട്ടും പേടിയുള്ള ആളാ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ചിരിക്കില്ലേ? ഇല്ല, ഞാനും ആലോചിച്ചു. സൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അത് ഭയങ്കര രസമായിട്ടാണ് പറയുന്നത്. അതായത് ശരിയാണ്, നമ്മള് എനിക്ക് പേടി, ശ്വാസം മുട്ടൂലേത്, തീ വെച്ച് കഴിഞ്ഞാൽ പൊള്ളൂലേ. ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഞാൻ പറയും. അല്ല, ഞാൻ അതിൽ കാണുന്ന ഋതുവിൽ കാണുന്ന ഞാൻ എന്നെ തന്നെ, കാരണം എനിക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ വർത്താനം കേട്ടോ തോന്നുന്നു ഒരാളെ അടിച്ചിട്ടിട്ട് ഇപ്പൊ കൊന്നു നശിപ്പിച്ച് നമ്മൾ ധാരാളം ഒന്നുമില്ല. എന്നെ ഒരു വടി എടുത്ത് എടീന്ന് വിളിച്ചല്ലോ ക്ഷമിച്ചു പോകുന്ന ഞങ്ങള് വഴക്കിടുമ്പോ ഞാൻ പറയും ഞാൻ കെട്ടുതൂക്കിച്ചാകും, പിന്നെ അറേഞ്ച് ആകത്തില്ല. ഇതിലും വലിയ പ്രശ്നം കഴിഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ എക്സ്ട്രീംലി ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തു. ഇനി ഇതിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, ഒരു പ്രശ്നം വരാനില്ല. നമ്മൾ ഇതിലൊരു സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് എന്തൊരു പ്രശ്നവും നേരിടാൻ പറ്റും. ആ ഒരു കാര്യത്തിൽ എനിക്ക് എന്നോടൊരു അഭിമാനമൊക്കെ. ഇനി ഞാൻ വഴിതിരിച്ചു വിടട്ടെ? ഓക്കെ. വൈശാഖ് ചേച്ചിന്ന് വിളിച്ചോടത്താ നമ്മള് നിന്ന്. ഓ ഓക്കെ. എന്തിനാ എന്നെ ചേച്ചിന്ന് വിളിച്ചത്? ഞാനല്ലേ ഇപ്പൊ ഇത് നമ്മളെ എന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിചയമില്ലാത്ത ഇപ്പൊ എന്നെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ എന്നെയൊക്കെ ഇളയതായിരിക്കും. പക്ഷെ എന്നാലും കൊച്ചേന്ന് അല്ലെങ്കിൽ എടീന്നോ അല്ലെങ്കിൽ നീന്ന് വിളിക്കുമ്പോ അത് പറ്റില്ല. അല്ലെ നിന്നെ അവിടെ വെച്ച് കണ്ടായിരുന്നല്ലോ, നീയാണോ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് പോയെന്ന് അങ്ങനെ അല്ല, അത് ചേച്ചിന്ന് വിളിക്കാൻ തന്നെ കുഴപ്പം.
ഒരു കുഴപ്പമില്ല. ചിലർക്കത് അപ്പൊ അവര് പറയും ചേച്ചി ഞാൻ ചേട്ടനേക്കാൾ ഏതായിരിക്കും എന്ന് അറിയാം. അങ്ങനെ ഞാൻ പറയും എനിക്ക് അറിയാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ ചേച്ചിന്ന് വിളിക്കും, അല്ലെങ്കിൽ കൊച്ചിന്ന് വിളിക്കും. ലവ് പറഞ്ഞ മൊമെന്റ്സ് എപ്പോഴാണ് രണ്ടുപേർക്കും പരസ്പരം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടേ ഇല്ല. മനസ്സിലായി രണ്ടുപേർക്കും ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടാട്ടോന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാം മനസ്സിലാക്കുന്നവരല്ലേ, ബെസ്റ്റ് പാർട്ട്നേഴ്സ് അല്ലടാ. ജസ്റ്റ് മെസ്സേജ് അയച്ച് പിന്നെ അത് അങ്ങനെ ആയി.